പരിശുദ്ധ ദൈവമാതാവിനെ സ്വന്തമാക്കിയ ധന്യൻ മാർ ഇവാനിയോസ്. മലങ്കര മക്കൾ അഭിമാനപൂർവ്വം സ്മരിക്കുന്ന പാവനനാമം. യുഗപ്രഭാവനും സന്യാസ ശ്രേഷ്ഠനും ബഥനി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകനുമായ ധന്യൻ മാർ ഇവാനിയോസ് എണ്ണിയാൽ തീരാത്ത ജീവിത ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിപ്രാഭവത്തിൻ്റെ ഉടമ. 1882 സെപ്റ്റംബർ 8 പരിശുദ്ധ മാതാവിൻ്റെ ജനനദിനം. നമ്മുടെ ധന്യനായ പിതാവിൻ്റെയും ജനനം. അവിടെ തുടങ്ങുന്ന പരിശുദ്ധ അമ്മയോടുള്ള പിതാവിൻ്റെ ബന്ധം ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്നു. പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധ്യാനത്തിൻ്റെയും സമ്പൂർണ്ണ അനുസരണത്തിൻ്റെയും ദൈവഹിതത്തോടുള്ള കീഴടങ്ങലിൻ്റെയും പരമോന്നത മാതൃകയായി അദ്ദേഹം കന്യാമറിയത്തെ വീക്ഷിച്ചു. ദൈവമാതാവായും എക്യുമെനിക്കൽ മധ്യസ്ഥയായും ആശ്വാസകേന്ദ്രമായും വഴികാട്ടിയായും അമ്മ പിതാവിനെ സ്വാധീനിച്ചു. തമ്പുരാനെ പെറ്റ അമ്മച്ചി എന്നാണ് പിതാവ് അമ്മയെ വിളിച്ചിരുന്നത്. മറിയത്തിൻ്റെ വിശുദ്ധ ജീവിതത്തെ അദ്ദേഹം ഒരു മാതൃകയായി കണ്ടു. ലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഏർപ്പെട്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴടങ്ങിയ ആദ്യത്തെ സന്യാസിയായിട്ടാണ് പിതാവ് പരിശുദ്ധ ദൈവമാതാവിനെ വീക്ഷിച്ചത്. നമ്മുടെ സഭയുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ പരിശുദ്ധ അമ്മയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇഴചേർന്നിരിക്കുന്നു. പിതാവിനോടൊപ്പം നമുക്കും അമ്മയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും നിന്റെ പുത്രൻ്റെ തിരുനാമ മഹത്വത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തെ നന്നാക്കുവാൻ എനിക്ക് കൃപ വാങ്ങിച്ചു തരണമേ.